സമരിയാക്കാരുടെ ഷോംബ്രോ എന്ന കേന്ദ്രത്തിൽ എത്തിയതോടെ പകുതി വഴി കഴിഞ്ഞുവെന്ന ആശ്വാസം അവരുടെ ഉള്ളിൽ നിറഞ്ഞു. ക്യാരവാനിലെ വ്യാപാരികൾ ഇവിടെ തങ്ങുവാനും കൂടിയാണ് വന്നത്. കച്ചവട പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു ഇത്. യഹൂദരും സമരിയാക്കാരും ബദ്ധശത്രുക്കളായിരുന്നതുകൊണ്ട് ചിലപ്പോൾ വാക്കേറ്റവും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് ദാസി മേരിക്കും ജാതി വ്യത്യാസമില്ലാതെ തടിപ്പണി ചെയ്തു കൊടുത്ത ദൈവത്തിന്റെ ദാസനായ ജോസഫിനും അവിടുത്തെ നിവാസികൾ ദൈവമക്കളായിരുന്നു. യഹൂദർ വെറുക്കുന്ന സമരിയാക്കാരോട് യേശു സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. ആരാണ് നല്ല അയൽക്കാരൻ എന്ന് കാണിച്ചു കൊടുക്കാൻ യേശു മാതൃകയാക്കിയത് ഒരു സമരിയാക്കാരനെയാണ്. അതുപോലെ സമരിയ സ്ത്രീയുടെ പക്കൽ നിന്ന് വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന ഈശോയെ നാം കാണുന്നു. ഇന്നു മുതൽ എന്നിലെ മതിലുകളെ നമുക്ക് തകർക്കാം. യേശു കാണിച്ചു തന്ന മാതൃക ജീവിതത്തിൽ സ്വീകരിക്കാം. നാം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ എല്ലാവരും ഒന്നാണ്. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ സ്നേഹം എല്ലാവർക്കും, എന്റെ ഹൃദയം യേശുവിന് മാത്രം. എല്ലാവരിലും ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ഈശോയെ കാണുവാനുള്ള യാത്രയിൽ ഈ കൃപാവരം നമുക്ക് തുണയായിരിക്കും.